ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ റെസിപ്പിയായ വാഴക്കാമ്പ്. ഞങ്ങൾ നീലേശ്വരംകാർ വാഴക്കാമ്പ് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ വാഴക്കാമ്പ് തോരനാണ്. അപ്പോൾ ഇതേ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു തോരൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെ. എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ നീലേശ്വരം സ്റ്റൈല് തോരൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതേ നാട്ടിൽ നിന്ന് ചെറിയൊരു പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. വാഴ ഒടിഞ്ഞ് വീണ വാഴയിൽ നിന്ന് ഒരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നത് അമ്മ എനിക്ക് തന്നു വിട്ടതാണ്. 2 ദിവസത്തേക്ക് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നിറം മാറിപ്പോയിട്ടുണ്ട്. എന്നാലും സാരമില്ല, നല്ല ഭാഗങ്ങൾ നോക്കിയിട്ട് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഇത് 2 ചെറിയ പീസ് മാത്രമേ ഇപ്പോൾ എടുക്കണുള്ളൂ. ഒരു തവണയും കൂടി ഉണ്ടാക്കാനുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികളൊന്നും അധികം കാര്യമായിട്ട് കഴിക്കില്ല, എനിക്ക് ഹസ്ബൻഡ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ട് ഇനി ഇതേ ചെറിയ 2 പീസാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം അത് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയതായി പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതേ കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് അരിഞ്ഞെടുക്കാറ്. ഞങ്ങൾ ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കാറ്. ഇനിയിപ്പോൾ വേറെ വല്ല മെത്തേഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളുടെ നീലേശ്വരത്തൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ റൗണ്ടായി അരിഞ്ഞെടുക്കും, നമ്മുടെ കോയിൻ പോലെ ഒരു 4 ഇഞ്ച് കനത്തിൽ കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് നിറയെ ഇങ്ങനെ നാരുകളുണ്ടാവും. അപ്പോൾ ഈ നാരൊക്കെ വലിച്ച് കളയണം. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ നാരൊക്കെ ഇങ്ങനെ റൗണ്ടായിട്ട് ആദ്യം കട്ട് ചെയ്തിട്ടിട്ട് 2 സൈഡിൽ നിന്നും ആ നാരൊക്കെ ഇങ്ങനെ വലിച്ച് കളയണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ കാമ്പും ഞാൻ അങ്ങനെ വട്ടത്തിലരിഞ്ഞ് നാരൊക്കെ വലിച്ച് കളഞ്ഞെടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കിട്ടും, കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ വന്നോളൂ കേട്ടോ. അപ്പം ഈസിയാണ്. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര എന്തോ സംഭവം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായ ഒന്നുമില്ലെന്ന്. പിന്നെ ഇത് വട്ടത്തിലൊക്കെ അരിഞ്ഞതിന് ശേഷം ഇത് പൊടിയായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പൊടിയായി അരിഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അതിന് വേറെ മെത്തേഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഞാനിതേ നമ്മുടെ ഈ കാമ്പൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ടിട്ടും അങ്ങനെ ഈർക്കിൽ വെച്ചിട്ട് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിച്ചിട്ട് ഇതിൻ്റെ നാരെടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ എന്തായാലും ഞാൻ അങ്ങനെ ഇവിടെ ഫോർക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കങ്ങനെ നാരൊന്നും കിട്ടാറില്ല. അപ്പം ഞാൻ ഇത്ര തന്നെ നാര് വലിച്ച് കളയാറുള്ളൂ. അപ്പോൾ ഇതെല്ലാം പൊടിയായി അങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കഴുകിയെടുക്കണം കേട്ടോ. സാധാരണ വാഴക്കാമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് വെള്ളത്തിലൊന്നും കഴുകണ്ട, ഒറ്റ വെള്ളത്തിൽ. കാരണം അത്രയും ഉള്ളിലുള്ള സംഭവമല്ലേ, അതിന് ചെളിയോ കാര്യങ്ങളോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ വെള്ളത്തിൽ മാത്രം കഴുകിയെടുക്കുക. ഞാനിതേ കട്ടിംഗ് ബോർഡ് ഒന്ന് സ്ലോപ്പായിട്ട് താഴെ ഒരു ഭാഗത്ത് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ സ്ലോപ്പായി വെച്ച് കൊടുത്തിട്ടാണ് വാരിയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്നാൽ വെള്ളമൊക്കെ വാർന്ന് പോകുമല്ലോ, അല്ലെങ്കിൽ അരിപ്പ പാത്രത്തിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ അരിപ്പ പാത്രമൊക്കെ എടുക്കാൻ മടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഇതിനകത്തേക്ക് ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും നമുക്ക് എരിവിന് ആവശ്യമുള്ള ചുവന്ന മുളകും ഒന്ന് ചതച്ചെടുക്കണം. ഇതാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള മസാല എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. അപ്പോൾ ഞങ്ങൾ ചെറിയ ഉള്ളി ചേർക്കാറില്ല, ഞങ്ങൾ വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതേ കുറച്ച് വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും എരിവിന് ആവശ്യമുള്ള ചുവന്ന മുളകും കൂടി ഇത് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നാട്ടിലാണെങ്കിൽ കല്ലിൽ ചതച്ചെടുക്കാൻ ചെയ്യാറ്, അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതേ നമുക്ക് വെളിച്ചെണ്ണ നമ്മുടെ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി എന്ന് വെച്ചാൽ മണ്ണിൻ്റെയാണ് കേട്ടോ. ചൂടാക്കാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് കടുക് പൊട്ടിക്കണം കേട്ടോ. ഇനി കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർ ഇതിനകത്തേക്ക് അരിയാണ് ചേർത്ത് കൊടുക്കുക, ചിലർ ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ രണ്ടും ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഉഴുന്ന് പരിപ്പാണ് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത്. നമ്മൾ മുരിങ്ങയില ചീരയൊക്കെ ഉണ്ടാക്കുമ്പം നമ്മൾ അരി ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ ഇതിനും അരി തന്നെയാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഇതേ കടുക് പൊട്ടി ഉഴുന്ന് പരിപ്പ് മൂപ്പിച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിയും നമ്മുടെ ചുവന്ന മുളകും. അപ്പോൾ വെളുത്തുള്ളി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം നന്നായിട്ട് ഞങ്ങൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കും കേട്ടോ. ഇപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് 5-6 അല്ലി മാത്രം എടുത്തിരിക്കുന്നത്. പിന്നെ ചെറിയ ഉള്ളി ഞങ്ങൾ ചേർക്കാറില്ല. അപ്പം ആവശ്യമുള്ള എരിവും കൂടെ ചേർത്തിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. അതിട്ട് നന്നായി മൂപ്പിച്ചു. അത്യാവശ്യം നിറമൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും ഇത് നമ്മൾ അരിഞ്ഞ് വെച്ച നമ്മുടെ കാമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ തോരൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും മഞ്ഞളൊക്കെ എല്ലാവിടെ എത്തുന്ന പാകത്തിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഈ സംഭവം വേവിച്ചെടുക്കുന്നത്. ഞങ്ങൾ ചേർക്കാറില്ല. ഇനി മറ്റു സ്ഥലങ്ങളിലുള്ളവർ ചേർക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ ഇതില്ല കേട്ടോ. ഇങ്ങനെ ഇത് തട്ടി പൊത്തി വെക്കുക എന്ന് പറയും. മിക്ക തോരനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ പൊത്തി വെച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഏറ്റവും ചെറിയ തീയിൽ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഒട്ടും അടിക്ക് പിടിക്കില്ല. അതിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് നന്നായി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്കൊരു 1-2 തവണ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സംഭവം
സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ ഉഴുന്നരിപ്പൊക്കെ മൂത്ത് കഴിയുമ്പം. ഇനിയിപ്പോൾ അത് ആവശ്യത്തിന് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ നാളികേരം കൂടെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ ഇതുപോലെ തന്നെ ആദ്യം ചെയ്തതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി മൂടി അങ്ങ് വെക്കും കേട്ടോ. എല്ലാം കൂടി നടുക്കാക്കി ഇങ്ങനത് വെക്കും. ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവരും ഇങ്ങനെയാണോ എന്നറിയില്ല, എൻ്റെ അമ്മയുടെ ഒരു സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പണ്ട് മുതലേ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇനി ഇത് അതിങ്ങനെ അടച്ച് വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ തേങ്ങയും കൂടെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയേ. അപ്പോൾ ഇതേ നമ്മുടെ സംഭവം എത്ര പെട്ടെന്ന് റെഡി ആയാലും അത് അരിഞ്ഞെടുക്കുന്ന ഒരു പണിയേ ഉള്ളൂ. പിന്നെ ഇതൊരു 10 മിനിറ്റ് പോലും വേണ്ട, നമ്മുടെ വാഴക്കാമ്പ് തോരൻ റെഡി ആയിട്ടുണ്ടല്ലേ. വാഴപ്പിണ്ടി, ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയും, ഞങ്ങൾ വാഴക്കാമ്പ് എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.